സാർ, ഇസ്രായേൽ എന്തായാലും ഇറാനെ തിരിച്ചടിക്കും, ലോകം തന്നെ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ തിരിച്ചടിച്ചാൽ ഒരുപക്ഷെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായേക്കാം. അത് ഇറാനും മുൻകൂട്ടി കാണണ്ടേ? അപ്പോൾ എന്തെങ്കിലും മുൻകരുതൽ ഇറാൻ സ്വീകരിക്കുമോ? ഇറാൻ ആ ഭീഷണി മനസ്സിലാക്കിയിട്ട് മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തന്നെ അത് സ്വീകരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ ടെർമിനൽ അത് ഖാർഗ് എന്ന് പറഞ്ഞ ദ്വീപിലാണുള്ളത്. ആ ഖാർഗ് ദ്വീപിലേക്ക് ഈ ആങ്കറേജ് ഉണ്ടല്ലോ, ഈ നങ്കൂരമിടുന്നത്, ആ നങ്കൂരമിടുന്ന സ്ഥലത്ത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ സൂപ്പർ ടാങ്കറുകളൊന്നും ഇല്ല. എണ്ണ കപ്പലുകളോ ഒന്നും ഇപ്പോൾ നങ്കൂരമിട്ട് കാണുന്നില്ല. എല്ലാം അവിടെ നിന്ന് നീക്കിയിരിക്കുന്നു. അപ്പോൾ ഖാർഗ് എന്ന് പറഞ്ഞ ആ ഓയിൽ ടെർമിനലിൽ ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്നുള്ള വാക്ക് സാധാരണ പോസിറ്റീവായ കാര്യങ്ങൾക്കാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആക്രമണം ഉണ്ടാകുമെന്ന് ആകുലപ്പെടുന്നു, ആശങ്കയിലാണ് ഇറാൻ എന്ന് പറയാം. പ്രതീക്ഷിക്കുന്നു എന്നല്ല, അത് തെറ്റി പലരും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ പ്രതീക്ഷ എനിക്ക് മറ്റേ എയ്ഡ്സ് വരുമെന്നാണ് എന്നൊക്കെ ആളുകളും. അത് പ്രതീക്ഷ എന്നുള്ളത് നെഗറ്റീവ് വാക്കല്ല, ഹോപ്പ് എന്നുള്ളത് പോസിറ്റീവായ കാര്യങ്ങളുടെ കൂടെ ചേർക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ആശങ്കപ്പെടുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രയേലിൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, എണ്ണ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ കൂടി കൺകറൻസ് വേണമായിരിക്കും. പിന്നെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് പെയിൻഫുൾ റെസ്പോൺസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മുറിപ്പെടുത്തുന്നത്, ഇറാന് വേദനിക്കുന്നത്, ഇറാൻ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്തത്, അങ്ങനത്തെ ഒരു പ്രതികരണമായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്രമണം രൂക്ഷമാണ് എന്നർത്ഥം. വെറുതെ 150 മിസൈൽ അയക്കുന്ന പരിപാടി അല്ല ചെയ്യാൻ പോകുന്നത്. പട്ടാള കേന്ദ്രങ്ങളുണ്ട് ആക്രമിക്കാൻ, ചാരകേന്ദ്രങ്ങളുണ്ട്, ഇൻ്റലിജൻസ്, പിന്നെ കമാൻഡർമാരെ ആക്രമിക്കാം, ഓയിൽ ടെർമിനലുകൾ ആക്രമിക്കാം, റിഫൈനറികൾ ആക്രമിക്കാം ഇറാനിൽ, പിന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാം. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പഴയ പ്രധാനമന്ത്രി യഹൂദ് ബരാഖിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് ഇസ്രയേലിൽ, തീർത്ത് കളയണമെന്ന് പറയുന്നവർ. അമേരിക്കൻ, അതായത് ഇസ്രയേലിൻ്റെ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് ഉണ്ടല്ലോ, ഉപഗ്രഹങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇറാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇസ്രയേലിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ടാങ്കറുകൾ നങ്കൂരമിട്ട് ഈ ഖാർഗിൽ ഇല്ല എന്ന് നമ്മളറിയുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ്. മുമ്പത്തെ ഞാൻ 2 ഉപഗ്രഹ ചിത്രങ്ങൾ അതിൻ്റെ കണ്ടതാണ്. ഇങ്ങനെ പൊട്ടായിട്ട് ഒരു 10-12 ടാങ്കറുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കാണാവുന്നിടത്ത് ഇപ്പോൾ ശൂന്യമാണ് ആ ഭാഗം ഉപഗ്രഹ ചിത്രങ്ങളിൽ. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിട്ട് അമേരിക്കയുടെ അനുമതി ഇല്ല, ഇസ്രായേലിന് അനുമതി തൊട്ട് വേണ്ടതാണ്. പക്ഷെ അത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ അകത്ത് റിസ്ക് ഉണ്ടല്ലോ. ഈ ചെർണോബിലൊക്കെ നമ്മുടെ മുമ്പിൽ ദുരന്തങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് അത് ഈ മനുഷ്യരെ ബാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇറാൻ്റെ കേന്ദ്രങ്ങളൊക്കെ വളരെ കെട്ടുറപ്പോടുകൂടി അടച്ചുറപ്പോടുകൂടിയൊക്കെയാണെന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങൾ അത് തകർക്കുന്നത് അത്ര എളുപ്പമല്ല എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. പഴയ പ്രധാനമന്ത്രി യഹൂദ് ബരാഖ് പറഞ്ഞിരിക്കുന്നത് എണ്ണ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ച് നശിപ്പിക്കണം എന്നാണ് ഇസ്രയേലിനെ ഉപദേശിക്കുന്നത്. ഇപ്പോൾ ഇനി ഈ ടാങ്കറുകളെ സംബന്ധിച്ചിട്ട് ഓരോ സൂപ്പർ ടാങ്കറുകൾ, വിമാനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ. അത് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ടാങ്കറുകളുടെ കാര്യം മുഴുവൻ ട്രാക്ക് ചെയ്യുന്ന ടാങ്കർ ട്രാക്കേഴ്സ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനി, ആ കമ്പനി ഉടൻ ഇസ്രയേലിൻ്റെ ആക്രമണം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആ ടാങ്കർ കമ്പനി
വെരി ലാർജ് ക്രൂഡ് കാരിയർ VVCL എന്ന് പറയുന്ന VLCC വെരി ലാർജ് ക്രൂഡ് കാരിയർ എന്ന് പറഞ്ഞ ഈ സൂപ്പർ ടാങ്കറുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ കാലിയായ നിലയിലാണ് കാണുന്നത് എന്ന് ടാങ്കർ ട്രാക്കേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടാങ്കറുകൾ ഇതാണ് ഇറാനിലെ ഏറ്റവും വലിയ ഓയിൽ ടെർമിനൽ. അപ്പോൾ അവിടെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇവയൊക്കെ കാലിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ക്രൂഡ് ഓയിൽ അവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട്, കയറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേക്കും ചിലപ്പോൾ അതും നിലച്ചിട്ടുണ്ടാകാം. കാരണം കഴിഞ്ഞ ഒരാഴ്ച പുതുവത്സര ആഴ്ചയായിരുന്നല്ലോ ഇസ്രയേലിൽ. അപ്പോൾ ഇസ്രയേൽ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രതികരണം ഉണ്ടാവൂ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ വാക്കൻറ്റ് ഷിപ്പിംഗ് കപ്പാസിറ്റി അതൊക്കെ ക്ലിയർ ചെയ്തതായിട്ട് ഒക്കെ ഈ ടാങ്കർ ട്രാക്കേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ സൂപ്പർ ടാങ്കറുകളൊന്നും എണ്ണ കൊണ്ടുവന്നിട്ടോ കൊണ്ടുപോകുന്നതായിട്ടോ കാണുന്നില്ല. 2018 അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയല്ലോ ആണവ ഉടമ്പടിയുടെ പേരിൽ. അതിനുശേഷം ആദ്യമാണ് ഇങ്ങനൊരവസ്ഥ ഇറാൻ്റെ ഭാഗത്ത് കാണുന്നത്. ഗാർഗിൽ ഇങ്ങനെ ഈ ടാങ്കറുകളില്ലായ്മ. പിന്നെ ഹണ്ടർ ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് ഇതുപോലെ ഈ ടാങ്കറുകളുടെ കാര്യവും ഒക്കെ പറയുന്നത്. അവർ 105 ഉപഗ്രഹ ചിത്രങ്ങൾ നവംബർ മുതൽ പരിശോധിച്ചിട്ട് ഇപ്പോൾ ടാങ്കർ അവിടെ ഇല്ല, ഒരു ടാങ്കറും ഇല്ല ഗാർഗിൽ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ടാങ്കറുകൾ സാധാരണ രഹസ്യമൊക്കെ സൂക്ഷിച്ചിട്ടാണ് യാത്രയൊക്കെ ചെയ്യാറ്. ഉപരോധങ്ങളുള്ളതുകൊണ്ട് ഉപരോധങ്ങൾ മറികടക്കാനായിട്ട് സൂത്രപ്പണിയൊക്കെ ചെയ്യും അവർ. ഈ ഐഡൻറ്റിഫിക്കേഷൻ, ഈ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ടാങ്കറുകളൊക്കെ തിരിച്ചറിയാനായിട്ടുണ്ട്. ആ ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനമൊക്കെ മറിച്ചിട്ടൊക്കെയാണ് ടാങ്കറുകളൊക്കെ, ടാങ്കർ എന്ന് പറഞ്ഞാൽ കപ്പലുകൾ, ഈ ഓയിൽ ടാങ്കറുകൾ നടക്കുന്നത്. ഉപരോധം മറികടക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം ഈ സ്പ്രിങ്ങിൽ വസന്തകാലത്ത് 1.194 മില്യൺ ബാരൽസ് ഒരു ദിവസം കയറ്റി അയച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഈ 2024 ആദ്യത്തെ 5 മാസം 1.65 മില്യൺ ബാരൽസ് കയറ്റി അയച്ചിട്ടുണ്ട് ഇറാൻ എണ്ണ. ഇറാൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 15 മൈൽ അകലെയാണ് ഈ ഗാർഗ് എന്ന് പറഞ്ഞ ദ്വീപ്, ഈ ഓയിൽ ടെർമിനൽ ഏറ്റവും വലുത്. 90% ഈ ഇറാൻ്റെ 90% ക്രൂഡ് ഓയിൽ അത് കൈകാര്യം ചെയ്യുന്നത് ഈ ഗാർഗ് ദ്വീപിലാണ്. അതാണ് ആ ഗാർഗ് ദ്വീപിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഓയിൽ ടെർമിനൽ അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എണ്ണ കച്ചവടം അവസാനിക്കും. അതെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എണ്ണ വിറ്റിട്ടാണ് നിലനിന്ന് പോകുന്നത് ഈ ഉപരോധത്തിനൊക്കെ ശേഷം. പിന്നെ ഇറാൻ ചില ആയുധങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള പൈസ കൊടുക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അതർവൈസ് ഈ എണ്ണ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് ആ ദ്വീപിലേക്ക് എണ്ണ പൈപ്പ് ലൈനുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ ഓയിൽ ടെർമിനലാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ ടെർമിനൽ. നമ്മൾ സൗദിയിലെ കാര്യം നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഹിറ്റ് ചെയ്യുക, ഇസ്രയേൽ ഇത് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവരുടെ അസ്ഥിവാരം തോണ്ടുന്ന ദുരിതം ആയിരിക്കും. ഓയിൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം മുഴുവൻ നിലയ്ക്കും ഇറാന്. ഈ മിനിമം 5% ബ്രന്റ് ക്രൂഡിൻ്റെ വില കൂടും എന്നാണ് കണക്കാക്കുന്നത് ഈ നാശം കൊണ്ട്. അപ്പം നാശം കൊണ്ട് ഇറാന് മാത്രമല്ല ലോകത്തിലെ എല്ലാവരെയും അഫക്റ്റ്. ഇപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നുണ്ട് ബാരലിനൊക്കെ പൈസ കൂട്ടാൻ പോവാണെന്നൊക്കെ. അല്ല, പൈസ കൂട്ടിയിട്ടുണ്ടല്ലോ. ബ്രന്റ് ക്രൂഡിനൊക്കെ 72 നിന്ന് ഇപ്പോൾ 77-78 രൂപയൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കൂടി. പിന്നെ ചൈനയെ ബാധിക്കുക എന്താണെന്ന് വെച്ചാൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ രാജ്യം. പിന്നെ ഒപ്പക്കിലെ 3ാമത്തെ ഏറ്റവും വലിയ ഉൽപാദന രാഷ്ട്രമാണ് ഇറാൻ.
ഒപെക് രാജ്യങ്ങളിൽ. ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് അതിൻ്റെ വരുമാനം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായാൽ അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ സൗദിയുടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ സൗദിയുടെ താനർ മറ്റേ എണ്ണ കേന്ദ്രം റിഫൈനറി ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ സൗദിയെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് ഈ ഖാർഗിലെ ഈ ടെർമിനൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അതിന് ഉള്ള ഭീഷണിയായിട്ടാണ് സൗദിക്കെതിരെ ഇങ്ങനെ. അപ്പോൾ ബൈഡൻ ഞങ്ങൾ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബ്രണ്ട് ക്രൂഡ് 5% വില കൂടി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. നമുക്കാണെങ്കിൽ റഷ്യയിൽ നിന്ന് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ ശക്തിയൊക്കെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ ചെയ്യുന്നുള്ള ആക്രമണത്തെ അവർ നന്നായി ഭയക്കുന്നുണ്ട് അല്ലേ? ഭയക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഒറ്റയ്ക്കല്ലല്ലോ. ഇറാൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ ചില രാജ്യങ്ങളിലേ ഉള്ളൂ, ചൈന, റഷ്യ, ഉത്തര കൊറിയ. ചൈനയൊന്നും ഈ ഘട്ടത്തിലൊന്നും നിൽക്കത്തില്ല, ഇടപെടാനൊക്കെ വളരെ സാധ്യത. റഷ്യ മറ്റേ ഉക്രൈനോടുള്ള യുദ്ധത്തിൽ എൻഗേജ്ഡ് അല്ലേ? അപ്പോൾ അവർക്ക് ഒരു പരിമിതി ഉണ്ടാവില്ല അല്ലേ? വളരെ വളരെ പരിമിതി അവർക്കുണ്ട് നേരിട്ട് രംഗത്ത് വരാൻ. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ സംസാരം ഡയലോഗൊക്കെ നടന്നിട്ട് സമാധാനമൊക്കെ വരണം എന്ന് പറയുന്നത്. പക്ഷെ സമാധാനം വരണമെന്ന് ഇസ്രയേലിന് വലിയ ആഗ്രഹമില്ല, മറ്റേ അമേരിക്കയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബൈഡൻ സ്ഥാനാർത്ഥിയായ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ തകർക്കണം. അല്ല, അത് ട്രംപ് അല്ലേ പറഞ്ഞു? ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റേ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിനാണ്. അപ്പൊ ട്രംപ് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറാൻ ഒന്ന് സൂക്ഷിച്ചോളൂ, നമുക്ക് കാത്തിരിക്കാൻ എന്താ സംഭവിക്കുക എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.